ഈ ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞു കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ശരിയാണ് ഈ ഒരു ജനറേഷൻ നമ്മൾ എക്സ്പോസ് ടു ലൈക്ക് ഓവർലോഡ് ഓഫ് ഇൻഫർമേഷൻ, ഇങ്ങനെ സ്ട്രെസ്സും ആൻസൈറ്റി എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താ ഇപ്പോൾ PCOD കാര്യം പറഞ്ഞു, പിന്നെ ഈ ഗ്ലൂട്ടൻ ആൾക്കാർക്ക് പാടില്ല, ചിലർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ആയിരിക്കും. ഇതൊക്കെ സയന്റിഫിക്കലി പ്രൂവൺ കാര്യങ്ങളാണ്. എന്നാൽ കൂടെ നമ്മൾ ഈ കുറച്ച് പ്രായമുള്ള ആൾക്കാർ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ഞങ്ങളുടെ കാലത്ത് ഇങ്ങനത്തെ സംഭവമൊന്നുമില്ല, നിങ്ങൾക്ക് എന്താണെന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഡോക്ടറിന്റെ ഒരു റിസർച്ച് അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫിയുടെ കോൺട്രറി ഒപ്പീനിയൻ ഉള്ള ആൾക്കാർ എന്തായാലും ഡോക്ടറെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അവരോട് ഡോക്ടർ എങ്ങനെയാണ്, വാട്ട് ഇസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഡോക്ടറിന്റെ ഒരു ഫിലോസഫി, ഡോക്ടറിന്റെ ഹീലിംഗ് ഫിലോസഫി, ഇപ്പൊ ഹോമിയോപ്പതി ആണെങ്കിലും എന്താണെങ്കിലും. അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ ഡോക്ടർ, ഐ നോ യു ഹാവ് എ സോഷ്യൽ മീഡിയ പേജ് ടോക്ക് അബൌട്ട് ഓൾ ഓഫ് ദീസ് തിങ്സ്. ഐ എം പ്രിറ്റി ഷുവർ ദെയർ ആർ ലോട്ട് ഓഫ് കമന്റ്സ് ഇതൊക്കെ ശരിയല്ല, മറ്റേതാണ് മനസ്സിലാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരോട് ഡോക്ടർക്ക് എന്താണ് പറയാ? അല്ല, അവരുടെ അടുത്ത് ഇപ്പൊ പറയാന്ന് വെച്ചാൽ ഇപ്പോൾ ഏതൊരു ചികിത്സ ആയിക്കോട്ടെ, ഏതൊരു ചികിത്സയാണെങ്കിലും അതിൽ മാറ്റം ഉണ്ടെങ്കിൽ അത് നല്ലൊരു ചികിത്സയായിട്ട് ഞാൻ പറയാൻ പറ്റും, പറയുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ കുറേ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം കുറേ ഡോക്ടർമാർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഈ മെഡിസിൻ എടുക്കണം, പക്ഷേ ബ്ലഡ് ചെക്കപ്പ് ചെയ്യാൻ പാടില്ല, സ്കാൻ ചെയ്യാൻ പാടില്ല, ഇത് കൃത്യമായിട്ട് 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിക്കണം, എങ്കിലേ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഈ 1 വർഷം ക്യാൻസർ പോലത്തെ കേസുകൾക്ക് 1 വർഷമൊക്കെ ഇങ്ങനെ വെറുതെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈ സ്റ്റേജ് അങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. സെക്കൻഡ് സ്റ്റേജും തേർഡ് സ്റ്റേജും ഫോർത്ത് സ്റ്റേജും ആയി പോയിക്കൊണ്ടിരിക്കും. വരുമ്പോൾ ഒരു പ്രൈമറി സ്റ്റേജിലായിരിക്കുള്ളൂ. പക്ഷേ 1 വർഷം വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ അങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റും ഞാൻ പറയത്തില്ല. കാരണം അവർ പറയുന്ന ജെന്യുയിനായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതേപോലെ നമ്മൾ ചെയ്യുന്ന പോലെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ട്, അതായത് ഏതൊരു ലാബിലും ഏതൊരു വലിയ ഹോസ്പിറ്റലാണെങ്കിലും പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏതൊരു ഡോക്ടറിനെ കാണിച്ചാലും എവിഡൻ്റ് ആയിട്ട് അവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ചികിത്സ വരുന്നത്. അതായത് ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ആയിക്കോട്ടെ, അതിൽ ക്യാൻസറിൻ്റെ സെൽസ് കുറയുന്നതായിട്ട് കാണാം. ഇപ്പോൾ ട്യൂമർ ആയിക്കോട്ടെ, ട്യൂമർ ചുരുങ്ങുന്നതായിട്ട് കാണാം. ഇങ്ങനെ വരികയാണെങ്കിൽ അതെന്തായാലും സയൻസിന് പാരലായിട്ട് വരുന്ന കാര്യം തന്നെയല്ലേ, അത് സയൻസ് തന്നെയല്ലേ അത് കാണിക്കുന്നത്. പിന്നെ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അവരെ തികച്ചും അംഗീകരിക്കുന്ന ആളാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ അംഗീകരിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ വെറുതെ ഒരു മരുന്ന് കൊടുത്തിട്ട് അത് മാറും എന്നുള്ള വിശ്വാസം എല്ലാവർക്കും വർക്കും ആവില്ലല്ലോ. അതെ, അതുകൊണ്ട് വർക്കാവുന്ന, ഇപ്പം നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ നോക്കിയാലും ചെല്ലുന്ന എല്ലാ ക്യാൻസേഴ്സും അവർക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് വന്നു എന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്യുന്നത് മാത്രം കൊണ്ട് മാറണം എന്നില്ല. അതുകൊണ്ടാണല്ലോ ഇതെല്ലാം വേറെ ഹീലിംഗ് മൊഡാലിറ്റീസ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി മൊഡാലിറ്റീസ് ആയിട്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഐ വോണ്ടഡ് ടു ആഡ്, നേരത്തെ സൈഡ് എഫക്ട്സിന്റെ കാര്യം ചോദിച്ചപ്പോൾ, ഹോമിയോപ്പതി കഴിക്കുന്നതിന് സൈഡ് എഫക്ട് ഉണ്ടോ എന്ന് വറി ചെയ്യുന്ന ആൾക്കാർ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ സൈഡ് എഫക്ട് ഉണ്ടോ എന്ന് ചിന്തിക്കുന്നതാണ്. തലവേദന വന്ന പാരസെറ്റമോള്, അല്ലെങ്കിൽ ഇപ്പോ മിക്ക കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോണ സാധനമാണ് കള്ള് കുടിക്കുമ്പോൾ സൈഡ് എഫക്ട് ഉണ്ടോ എന്ന് ചിന്തിക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഈ കഴിക്കുന്ന പച്ചക്കറികളിൽ എന്തൊക്കെ വിഷമടിച്ചിട്ടാണ് വരണമെന്ന് അറിയില്ല, ഫിഷിലുള്ള ഫോർമലിൻ പോലത്തെ കണ്ടന്റ്സ്, അങ്ങനെ എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ കെമിക്കൽസ് അല്ലെങ്കിൽ അതിന്റെ ആഡഡ് ആയിട്ടുള്ള കാര്യം. പക്ഷെ ഹോമിയോപ്പതിയിൽ ഒരു തുള്ളിമരുന്ന് വരുമ്പോൾ ഇതിലെന്തെങ്കിലും സൈഡ് എഫക്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഡിപ്രഷന് മരുന്ന് കഴിക്കണം എന്ന് പറയുമ്പോൾ ദേ ആർ ലൈക്ക് ഓ മൈ ഗോഡ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം കഴിക്കേണ്ടി വരും, പേഴ്സണാലിറ്റി ഓൾട്ടർ ആവുക, അങ്ങനെ സംഭവിക്കും. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ ആയിരിക്കുന്ന കണ്ടീഷനിൽ നിങ്ങൾ ഹാപ്പി ആണോ? ആണെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട. You don't have to come for a homeopathy consultation or a therapist if you are happy with yourself. If you want to make a change, if you are willing for it, then you should take a leap of faith. Right. Okay, on that topic, I've got another question for you. നമ്മൾക്കിപ്പോൾ എൻ്റെ ഒരു ജനറേഷനിലൊക്കെ ആണെങ്കിൽ, നമ്മുടെയൊക്കെ ഒരു ജനറേഷൻ ആണെങ്കിൽ പിന്നെയും ലോജിക്കലി പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം, നോട്ട് എവറി കേസ് ബട്ട് സ്റ്റിൽ. പക്ഷെ പേരൻസിന്റെ ജനറേഷനിലേക്ക് വരുമ്പോൾ എന്തോ അവർക്ക് ഭയങ്കര എതിർപ്പാണ് ഈ തെറപ്പി അങ്ങനത്തെ കാര്യങ്ങൾ. ബിക്കോസ് അതിന് അവർ കൗണ്ടർ ആയിട്ട് പറയുന്നത് ഞങ്ങളുടെ ചെറുപ്പത്തിലൊന്നും ഇതൊന്നും ചെയ്തില്ലല്ലോ, സോ വാട്ട് ഇസ് ദ പോയിന്റ് അപ്പൊ അങ്ങനത്തെ പേഷ്യൻസ് വരുന്ന സമയത്ത് ഹാസ് ഇറ്റ് ഓൾവേസ് ബീൻ ഡിഫിക്കൽട്ട് ഫോർ യു ടു ടാക്കിൾ? ആക്ച്വലി ഇറ്റ്സ് നോട്ട് മൈ ജോബ് ടു ടാക്കിൾ ഇറ്റ്. അതാണ്, അതായത് ഇപ്പൊ എൻ്റെ അടുത്തേക്ക് വരുന്നതെല്ലാം കൂടുതൽ അഡൽട്സ് ആണ്. കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവരുടെ പാരൻസ് ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പം എനിക്ക് അവിടെ ഒന്നും ടാക്കിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അഡൽട്സ് വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ദെയർ ജോബ് ടു ടാക്കിൾ വാട്ട് എവർ ഇസ് ദെയർ പാക്കേജ്. ഞാൻ അവിടെ ഉള്ളത് ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ്. ഐ എം നോട്ട് ദെയർ ടു ഹെൽപ്പ് ദെം, ഐ എം നോട്ട് ദെയർ ടു ഹീൽ ദെം, അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. ഐ എം ജസ്റ്റ് എ ഫെസിലിറ്റേറ്റർ. മേ ബി ഐ ക്യാൻ ഗിവ് ഗൈഡൻസ്. അതിലൂടെ അവർ പോവുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ ചേഞ്ചസ് കാണാൻ പറ്റും. ശരിയാണ്, പാരൻസിന് ഇപ്പോൾ പലർക്കും അത് ശരിയല്ല അല്ലെങ്കിൽ തെറാപ്പിയുടെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരുപാട് ക്ലയൻസ് വന്നിട്ടുണ്ട്. എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ പ്രാക്ടീസിൽ അങ്ങനെ ഇപ്പോൾ ക്ലയൻസ് വന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഇൻഡിവിജ്വൽ രീതിയിലാണ് നമ്മൾ കാണുന്നത്.
അപ്പോൾ അവിടെ ഒരു ഏജൻസിയും ഓട്ടോണമി എടുക്കുക എന്നുള്ളത് അവരുടെ ഹീലിംഗിന്റെ ഒരു ഭാഗമാണ്. പാരന്റ്സ് പറയുന്നത് മാത്രം ജീവിക്കുന്നതാവാം അവരുടെ ലൈഫിൽ ഒരു ആഡഡ് സ്ട്രെസ് എന്ന് വിചാരിച്ച് പാരന്റ്സിനെ അനുസരിക്കേണ്ടെന്നല്ല. പക്ഷെ ടു എൻ എക്സ്റ്റെൻഡ് ദാറ്റ് യു നീഡ് പെർമിഷൻ ഫോർ ഹെൽപ്പ്, അല്ലെങ്കിൽ ഒരു ഹീലിംഗ്, അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ കാര്യം സീക്ക് ചെയ്യണതിന്. അപ്പോൾ പല്ലുവേദന വന്ന ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകണ്ടെന്ന് ഡോക്ടർ പറയില്ലല്ലോ. അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന് വരുന്ന കാര്യങ്ങൾ. ഒരു പനി വരുന്ന പോലെയോ അല്ലെങ്കിൽ ക്യാൻസർ വരുന്ന പോലെയോ ഒക്കെ തന്നെയാണ് പല ഇമോഷണൽ ഇഷ്യൂസും. ഇത് നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറാം. നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം തന്നെ പോവാം. അതിനേക്കാളും വലുതല്ല മറ്റൊന്നും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സത്യം. ഓക്കെ, സോ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതനുസരിച്ച് എനിക്ക് മനസ്സിലായിട്ട് മൈൻഡ് ബോഡി കണക്ഷൻ ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് whatever you think it kind of shows in your body എന്നുള്ള രീതിയിലാണ്. And throughout our conversation, I think you would have also noticed that രണ്ടുപേരുടെ philosophies also kind of go hand in hand. ഏകദേശം ഒരേ കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരോടുള്ള ചോദ്യമാണ്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പേഷ്യൻറ്റ് വരികയാണ്, എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ക്രോണിക് പെയിൻ അങ്ങനെയുള്ളൊരു ആൾ വരികയാണെങ്കിൽ, how do you even propose to like mesh both these philosophies together, അല്ലെങ്കിൽ both these treatments അല്ലെങ്കിൽ ആ മെഡിക്കൽ ഇത് together, അങ്ങനെ എങ്ങനെയായിരിക്കും പോകാൻ പറ്റുക? ആബ്സല്യൂട്ട്ലി. അത് ഹോമിയോപ്പതി എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏത് മെന്റൽ ഇൽനസ് രീതിയിൽ വരുമ്പോഴാണെങ്കിലും നമ്മൾ അവരെ ഫസ്റ്റ് കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അവർക്ക് വേറെ അഡീഷണൽ സപ്പോർട്ട് വേണോ. അല്ലാണ്ട് ഇതുകൊണ്ട് മാത്രം അവർക്ക് പരിപൂർണമായ മാറ്റം വരും എന്നുള്ളതല്ല. ചില കേസസിൽ വരാം. ചില കേസസിൽ നമുക്ക് വേറെ അസസ്മെന്റ്സിന്റെ ആവശ്യം ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് മെഡിസിൻസ് എടുക്കേണ്ടി വരാം. സം പീപ്പിൾ ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് ടേക്കിംഗ് ഇംഗ്ലീഷ് മെഡിസിൻ. ദേ ആർ മോർ കംഫർട്ടബിൾ വിത്ത് ഹോമിയോപ്പതി അല്ലെങ്കിൽ ആയുർവേദ. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ദേ ക്യാൻ ടേക്ക് whatever they are comfortable with along with the therapy that we are taking. അപ്പോൾ അതിലൊരു കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കോംപ്ലിമെന്ററി തെറാപ്പി മൊഡാലിറ്റി ആണ് നമ്മുടെ ഹിപ്നോതെറാപ്പി ആയാലും ഈവൻ സൈക്കോളജിയുടെ തെറാപ്പീസ് ഒക്കെ ആണെങ്കിലും. അങ്ങനെ ഒരു റിജിഡിറ്റിയുടെ ആവശ്യം ഇന്നത്തെ കാലത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. whatever works for them, not for us. നമുക്ക് ചിലപ്പോൾ ഇത് ഇങ്ങനെയാണ്, ഇത് ഞാൻ ഇങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെ പല ഫിലോസഫീസ് നമുക്ക് പറയാം. അല്ലെങ്കിൽ അത് സ്യൂഡോ സയൻസ് ആണ്, ഇത് പ്ലാസിബോ എഫക്റ്റ് ആണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് ബെസ്റ്റ് റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഓരോ ഈ പ്രൊഫഷനിലുള്ള ആളുകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം. അതിന് നമ്മളുടെ ഈ പറയുന്ന പ്ലാസിബോ എഫക്റ്റും അല്ലെങ്കിൽ സ്യൂഡോ സയൻസും ഒന്നും ഒരു തട നിൽക്കാതിരിക്കട്ടെ. Let them get the best care. Right. Yeah. Okay, perfect. അപ്പോൾ ഡോക്ടറുടെ കാര്യത്തിലാണെങ്കിലും have you ever noticed patients വരുമ്പോൾ അവരുടെ മെന്റൽ ഹെൽത്ത് ഡോക്ടർ കുറച്ചും കൂടെ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഫിസിക്കലിയും ആ എയിൽമെന്റ്സ് പോകുന്നതായിരിക്കും? അതുണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാൻ ആൾക്കാരടുത്ത് സംസാരിക്കുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം അത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു പകുതി അസുഖം മാറിയ പോലെയാണ്. പക്ഷെ ഞാൻ അവിടെ വരുന്ന ഒന്നും ബ്ലഫ് ചെയ്യുന്ന കാര്യങ്ങളാണ്, എല്ലാം റിയാലിറ്റി ഞാൻ പറയുന്നത്. കാരണം ഇവിടെ ബ്രെയിൻ ട്യൂമർ മാറിയിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ട്യൂമർ മാറിയിട്ടുണ്ട്, അല്ലാതെ ഒരു കാര്യം പറയുന്നില്ല. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് സമാധാനമാണ്. പക്ഷേ മേ ബി ഇപ്പം നമ്മുടെ മെഡിസിൻ ഉണ്ട്, അല്ലാതെ തന്നെ ഈ അസുഖം പെട്ടെന്ന് മാറാനായിട്ട് അവരുടെ മൈൻഡ് സഹായിക്കുന്നുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാനിത് ഇത് മാറിയ കേസുകൾ പറയുമ്പോൾ, ഇപ്പോൾ ലിവർ ക്യാൻസർ ആണെങ്കിൽ തന്നെ അത് മാറിയ കേസ് പറയുമ്പോൾ ഇവർ ഓരോ തവണ മെഡിസിൻ കഴിക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ പറയുന്നത് എൻ്റെ അസുഖം മാറും, ഈ മെഡിസിൻ കഴിച്ചാൽ മാറും. പക്ഷേ അത് കുറേ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ചില ആൾക്കാർക്ക് ലിവർ ക്യാൻസർ, അത് എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് വരുന്ന ആൾക്കാർക്ക് ലിവർ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര വ്യത്യാസം കാണുന്നത്. ലിവർ ക്യാൻസറിന്റെ ബ്ലഡ് ടെസ്റ്റിനകത്തൊക്കെ ഭയങ്കര വ്യത്യാസം വരുന്നത്. ഞാനിപ്പോൾ ഒരു കേസുണ്ട്, അതൊക്കെ ആൽഫ ഫീറ്റ പ്രോട്ടീനും മറ്റേ SGOT SGPT, അതൊക്കെ അതായത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ കേസുകളാണ്. ലിവർ ഡാമേജ് ഉണ്ടെങ്കിൽ അത് 2000-3000 ഉണ്ടായിരുന്ന കേസുണ്ട്. എൻ്റെ റിപ്പോർട്ട് കാണിക്കാം. അതൊക്കെ നേരെ കുറേ നോർമലോട്ട് വന്ന കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് മെഡിസിൻ എഫക്റ്റ് ഉണ്ട്, അല്ലാതെ തന്നെ പാരലർ മൈൻഡിലും കൂടി പറയുന്നുണ്ട് ഈ മെഡിസിൻ കഴിച്ചാൽ മാറും എന്ന് റിപ്പീറ്റ് സെൽഫ് ഹീലിംഗ് ആയിട്ട് ഒരു ടെക്നിക്ക് ഉണ്ട് അതിൻ്റെ അകത്ത്. ആ സെൽഫ് ഹീലിംഗ് ആയിട്ട് ഒരു മാറുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക്. അപ്പോൾ അങ്ങനെയും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ഓട്ടോ ഇമ്മ്യൂൺ കേസുകളിലാണെങ്കിൽ തന്നെ നമ്മൾ മെഡിസിൻ കൊടുക്കുന്നുണ്ട്. ഈ ഹോമിയോപ്പതിയുടെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമിയോപ്പതിന് മാത്രമേ മൈൻഡിന് വേണ്ടി മെഡിസിൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. മൈൻഡ് ഉണ്ട്, അതിനൊരു പ്രത്യേക കാറ്റഗറി മൈൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഹോമിയോപ്പതിയിലുള്ളതാണ്. പക്ഷെ വേറെ ഒന്നിലും ഇല്ല ഒരു സിസ്റ്റം. മൈൻഡിന് വേണ്ടി മാത്രമായിട്ടുള്ള നമുക്ക് മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ നമ്മൾ മെഡിസിൻ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പത്തോളജിക്കലി മെഡിസിൻ കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ ഓർഗനിന് വേണ്ടി മാത്രം മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്, അല്ലാതെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്, ആളെ നോക്കിയിട്ട് ആളെ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ആൾക്കാരുടെ മൈൻഡ്, ആ മൈൻഡിനെ നോക്കിയിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാരുടെ ഒരു മൈൻഡ്, ചില ആൾക്കാർക്ക് ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും.
ചില ആൾക്കാർ ഭയങ്കര ഹൈപ്പോകോൺട്രിയൊക്കെ ആയിരിക്കും, വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതിനെല്ലാത്തിനും മെഡിസിൻസ് എഴുതിയിട്ടുണ്ട്, ഇതിനകത്ത് പല പല പുസ്തകങ്ങളായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആളനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത് അതിൻ്റെ അകത്തേക്ക്. അതാണ് നമ്മൾ ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ ആ ഒരു ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കനുസരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഭയങ്കര എക്സസീവ് ഗ്രീഫും അങ്ങനെ ആൻസൈറ്റി സ്ട്രെസ് വരുന്ന ആൾക്കാർക്കും അതിന് മാത്രമല്ല നമ്മൾ കൊടുക്കും, നമ്മൾ മെയിൻ അസുഖത്തിനുള്ള മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ഈ ഒരു മൈൻഡിനും കൂടുതൽ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. കാരണം മൈൻഡിനെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തിനും കൂടി ആ റിസൾട്ട് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആളനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ചില ആൾക്കാരെ നമ്മൾ ക്യാൻസറിന് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഐ മീൻ അവരുടെ കൂടെ വന്ന് ബൈസ്റ്റാൻഡർ ആയിരിക്കും വരുന്നത്. പക്ഷേ ഓൺലൈൻ കൺസൾട്ടൻസി ഞാൻ ചില കേസിൽ കേൾക്കുമ്പോൾ എനിക്ക് അവരൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ മാറ്റാൻ പറ്റും, അസുഖം ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെ ചില കേസുകൾ ഞാൻ ചോദിക്കും ആളെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ ആൾ എങ്ങനെയാണ് നടക്കുന്നുണ്ടോ. പിന്നെ കുറേ എന്ന് പറയുമ്പോൾ ഈ ബൈസ്റ്റാൻഡറുടെ കയ്യിൽ നമുക്ക് കിട്ടും, ആൾ എങ്ങനെയാണെന്നൊരു പിക്ചർ ഫുള്ള് നമുക്ക് കിട്ടും. ബൈസ്റ്റാൻഡർ ഫുള്ള് പറയും ആൾ അതാണ് ഇതാണ് നമ്മളെല്ലാം കേൾക്കും. പക്ഷെ കേൾക്കാൻ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും, എന്താണ് ആളുടെ ഒരു പിക്ചർ കിട്ടും. ആളെ കണ്ടില്ലെങ്കിൽ തന്നെ കണ്ട പോലെ തന്നെ നമുക്ക് പിക്ചർ കിട്ടും. അതനുസരിച്ചിട്ട് നമ്മൾ മെഡിസിൻ ആ സമയത്ത് ചെയ്യും. അപ്പോൾ മൈൻഡിന് കൂടി മെഡിസിൻസ് ഞാൻ കൊടുക്കുന്നത് കൊണ്ട് ആ മൈൻഡിന് കൊടുക്കാൻ നേരത്ത് നമുക്ക് ഫിസിക്കൽ ബോഡിയിൽ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഈ ഒരു അസുഖത്തിനും കൂടി നമുക്ക് റിസൾട്ട് പെട്ടെന്ന് ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കണക്ഷൻ ഭയങ്കര ഇതാണ്, സൈക്കോസൊമാറ്റിക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ ഒരു കണ്ടീഷനുള്ള ഇതിൻ്റെ അകത്ത്. ടച്ച് ചെയ്തൊരു ടോപ്പിക്കാണ് ഈ ബൈസ്റ്റാൻഡറിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ we've talked about ailments, health, mental health, doctors, treatments, surgeries and all of that. ഇനി ആ ഒരു ഫാമിലി സപ്പോർട്ട്, ഫെമിലിയൽ സപ്പോർട്ട് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ സപ്പോർട്ട് അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ലെങ്കിൽ ഇപ്പം ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അതായത് എനിക്ക് അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ വയ്യ. കാരണം ഇപ്പം എൻ്റെ അടുത്തെല്ലാം വരുന്ന ക്ലയൻസിന് നോക്കുമ്പോൾ കുറേ ആളുകൾക്ക് ഫ്രണ്ട്സ് ഇല്ല, അവർക്ക് ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ലോൺലിനെസ് ഉണ്ട്. അത് തന്നെയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശയുടെ ഒരു കാരണം. അതിൽ നിന്ന് വളർന്നു വരുന്ന ഡിപ്രഷനും എന്നെ ആർക്കും വേണ്ട എന്നുള്ള തോന്നലിൽ നിന്ന് വരുന്ന ആൻസൈറ്റിയും ഒറ്റപ്പെടലിൽ നിന്ന് വരുന്ന ആങ്കറും ഇതെല്ലാം തന്നെ ആളുകളെ ആ ഒരു മെന്റൽ ഇൽനെസ്സിലേക്ക് ഉന്തിവിടാം. അപ്പം ആളുകൾ ഉണ്ടാവുക, നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുക, നല്ല ആൾക്കാരുണ്ടാവുക. അപ്പം നമ്മുടെ നാട്ടിലത്തെ ഒരു ഇതാണല്ലോ, എന്തെങ്കിലും രോഗം വന്നാലും ക്രിട്ടിസൈസ് ചെയ്യാനും അല്ലെങ്കിൽ അതിന് റീസൺ ഇവൻ വലിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അത് കുടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ നടപ്പ് കണ്ടപ്പോഴേ വിചാരിച്ചത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തീരും, ഇങ്ങനത്തെ വർത്താനങ്ങളും ഒക്കെ കോമൺ ആണ്. അത് പ്രത്യേകിച്ച് മെന്റലി ഇല്ലായ ആളുകളുടെ കാര്യത്തിലാണ്. ക്യാൻസർ വന്നാൽ പിന്നെയും കുറച്ച് സിമ്പതി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഡിപ്രഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചില റീലിലൊക്കെ കണ്ടിട്ടില്ലേ, അമ്മ എനിക്ക് ഡിപ്രഷനാ, നീ എങ്ങോട്ടും പോവില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നേ, ഞാൻ ഡിപ്രഷനിലേക്ക് പോവാന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ എങ്ങോട്ടും പോവില്ല, 5 മണിക്ക് എന്ന് പറയുന്ന പോലെ ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ കേട്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ അതിന് പ്രശ്നങ്ങൾ തീരും. അതാണ് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാള് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡോക്ടറിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ ട്രീറ്റ്മെന്റിന് വരുന്ന ആൾക്കാരുടെ കൂടെ വരുന്ന ഫാമിലി അവരുടെ സപ്പോർട്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? തീർച്ചയായും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പോൾ ഈ ക്യാൻസർ പേഷ്യൻസ് വരുമ്പോൾ അവരുടെ ഫാമിലി സപ്പോർട്ട് ഭയങ്കര. കാരണം ഒരു ക്യാൻസർ വന്ന ഒരു രോഗിയുടെ മാനസികാവസ്ഥ എന്ന് വെച്ചാൽ അവര് ഓരോ ദിവസവും നാളെ ഞാൻ ഈ ലോകത്തുണ്ടാവില്ല, അവർ ഈ ഒരു അസുഖം വന്നതിന് ശേഷം അവർക്ക് പിള്ളേരുണ്ടാവും, ഭാര്യ ഉണ്ടാവും. കാരണം ഇവരെ വിട്ടുപിരിഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് പോവുകയാണെന്നുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടാവും മനസ്സിൽ. അവർ ഓരോ ദിവസം ഉറങ്ങാൻ നേരത്തും അവരുടെ മനസ്സിൽ ഇത് ഈ ഒരു കാര്യമായിരിക്കും, നാളെ എൻ്റെ മക്കൾ എന്താവും, ഈ ഒരു മനസ്സിലൂടെ ആയിരിക്കും അവർ നാളെ പോകുന്നത്. അപ്പോൾ അവരെൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു പ്രതീക്ഷയായിട്ടാണ് നാളെ. അപ്പോൾ എനിക്കതിലേക്ക് എന്ന് വെച്ചാൽ ഈ അസുഖം മാറിക്കഴിഞ്ഞാൽ അവരെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, കാരണം ഇനി നാളെ എന്ന് പറഞ്ഞ ദിവസം ഇല്ല എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. അവർ നാളെ എന്ന് പറഞ്ഞ ഒരു വെളിച്ചം കാണിക്കാൻ പറ്റിക്കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വരുന്ന ബൈസ്റ്റാൻഡർ ആണെങ്കിൽ തന്നെ അവർക്കും അവർക്കും കൂടി ആ ഒരു ധൈര്യം കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ അവരുടെ ധൈര്യം തന്നെ ആ ഒരു പേഷ്യൻറ്റിനും അത് ശരിക്കും അത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് അവർക്ക് കൊടുക്കുന്നത്. കാരണം ഈ ബൈസ്റ്റാൻഡർ ആണെങ്കിൽ തന്നെ, അല്ലാതെ ഇപ്പം ഈ ബൈസ്റ്റാൻഡറും ഭയങ്കര ഡള്ളായിട്ട് ഇത് മാറത്തില്ല എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ വരുന്നതിന് നമുക്കും ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഇത് മാറത്തില്ല, വിശ്വാസം എന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഹോമിയോപ്പതി അല്ലേ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വരുന്ന ആൾക്കാരാണ് നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ വരുന്ന ബൈസ്റ്റാൻഡർ അവർക്കെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരെ ഒരു ഭൂരിഭാഗം പൂർണ്ണ വിശ്വാസത്തോട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് വലിയ സ്ട്രെസ് ഇല്ല, ഞാൻ ജനറലുള്ള കാര്യം പറഞ്ഞാണ്. ഇപ്പോൾ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് ബൈസ്റ്റാൻഡർ ചോദിക്കുന്നുണ്ട്, അവരുടെ അടുത്ത് കാര്യം അവർക്കാണ് ആദ്യം ധൈര്യം നമ്മൾ കൊടുക്കുന്നത്. കാരണം ഇവരുടെ ഈ ഒരു പേഷ്യൻറ്റിനെ പൂർണ്ണമായിട്ടും നോക്കുന്നത് ബൈസ്റ്റാൻഡർ. അപ്പോൾ അവരുടെ ഫുഡിൻ്റെ കാര്യം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു അസുഖം കുറഞ്ഞതിന് ശേഷം, ഈ 1 മാസം കൊണ്ട് അസുഖം കുറഞ്ഞതിന് ശേഷം ഈ ബൈസ്റ്റാൻഡറായിട്ടായിരിക്കും അവർ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നെങ്കിൽ ഭാര്യ ആയിരിക്കും,
ഭാര്യയാണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവും ഭാര്യ, അപ്പോൾ അവരായിരിക്കും. അപ്പോൾ ഈ ബൈസ്റ്റാൻഡർ ആയിരിക്കും. അപ്പോൾ ഈ അസുഖം കുറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര റിലീഫാണ്. അവർ പറയുന്നത് എടി ഇപ്പോൾ അസുഖം കുറഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്താ പേടിക്കാനുള്ളത്. അപ്പോൾ അത് അവരുടെ ഫാമിലി തന്നെ ഒരു വെളിച്ചം വരുന്ന ഒരു സിറ്റുവേഷൻ ആണത്. അത് ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഇഫ് യു കുഡ് ഗിവ് വൺ പീസ് ഓഫ് അഡ്വൈസ്, ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് എന്ന് ബൈസ്റ്റാൻഡേഴ്സിനോട് പറയാനുണ്ടെങ്കിൽ വാട്ട് വുഡ് ദാറ്റ് ബി? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കഥയുടെ കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല, പല സ്ഥലത്തും പല രീതിയിലായിരിക്കണം ഈ കഥ. ഒരു കുട്ടി ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലിന്റെ ബെഡിന്റെ അടുത്ത് തന്നെയായിട്ട് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടി മരം ഉണ്ടായിരുന്നു. അതിലത്തെ ഓരോ ഇല കൊഴിയുമ്പോഴും ഷീ ഹാഡ് എ ബിലീഫ് അതനുസരിച്ച് ഹെൽത്ത് ഇസ് ഗെറ്റിംഗ് അല്ലെങ്കിൽ ഡിറ്റോറിയേറ്റിംഗ്, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പം അവിടെയുള്ള ഒരു നഴ്സാണോ ഐ ഡോണ്ട് റിമെമ്പർ ഹൂ, ആരോ ഒരാൾ അതിൽ ഒരു ഇല മാത്രം അവിടെ ഊട്ടിച്ചു വെച്ചു. അപ്പൊ ഷീ യൂസ് ടു തിങ്ക് ഇനി ഒരു ഇല മാത്രമേ ഉള്ളൂ, ഞാൻ മരിക്കാൻ പോവാണ്. നെക്സ്റ്റ് ഡേയും അവിടെ ആ ഇല കണ്ടു ആൻഡ് ഷീ റിക്കവേർഡ് ഫ്രം ഹെർ ഇൽനെസ്. അപ്പോൾ അതിൽ ചുരുക്കി പറയുന്ന കാര്യം, ഇപ്പൊ കൂടെ നിൽക്കുന്ന ഇപ്പൊ ബൈസ്റ്റാൻഡേഴ്സിന്റെ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. അവര് ഒരുമാതിരി അവർക്ക് ക്യാൻസർ വന്ന പോലെ കൂടെ നിൽക്കരുത്. അവര് എന്തോ എല്ലാം അവസാനിച്ചു, ഇതോടുകൂടി തീർന്നു, ഇനി എന്റെ എല്ലാം തീർന്നു എന്നുള്ള പോലെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ശോകമൂകമായിരിക്കുന്നതിന് പകരം live your life with them, make them happy, be happy around them. That is one good thing you can do to them. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഹാപ്പിനെസ്സിൽ നിന്ന്, ഹോപ്പിൽ നിന്ന്, ഹോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ എച്ച് വേർഡ് പോലെയാണെങ്കിലും ആ ഒരു ചെറിയൊരു ഹോപ്പിൽ നിന്ന് ആളുകൾക്ക് പിടിച്ചു കയറി വരാൻ പറ്റും. കാരണം എൻ്റെ ഫാദറിന് ALL വന്നിട്ടുള്ളതാണ്, ഈ റിക്കവേർഡ്. അതായത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പൊ ഏകദേശം 28 വർഷമായിട്ട് ഹീ സ്റ്റിൽ അലൈവ്. മുമ്പ് 3 ദിവസത്തിനുള്ളിൽ മരിച്ചു പോകുന്നു പറഞ്ഞിരുന്നതാണ്. ALLന്റെ ഒരു ഇന്റൻസിറ്റി ഡോക്ടർക്ക് അറിയാലോ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് ദ മെഡിസിൻസ്, ഇറ്റ് വാസ് ഓൾസോ ഹിസ് ബിലീഫ്. കാരണം അവരായാലും അറിയില്ല, ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ എന്നാണ് ട്രീറ്റ്മെന്റ് ചെയ്ത ആളും പറഞ്ഞത്. അപ്പൊ നമ്മുടെ ബിലീഫിനും നമ്മളുടെ ഇപ്പൊ ഈ പറയുന്ന എല്ലാ കൺസിസ്റ്റൻസിക്കും അവയർനെസ്സിനും സെൽഫ് കമ്പാഷനും ഒക്കെ ഒരു റോൾ ഉണ്ട്. അത് കൂടെ നിൽക്കുന്നവരും അതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ഡോക്ടർ പറയുന്ന കാര്യം, കാരണം ഈ ബൈസ്റ്റാൻഡർ വളരെ ഒരു റോളുള്ള ഒരാളാണ്. കാരണം ഈ ബൈസ്റ്റാൻഡർ ഇപ്പോൾ പേഷ്യൻ്റ് ഓൾറെഡി വയ്യ, ബൈസ്റ്റാൻഡർ അടുത്തായിട്ട് പറയുകയാണ് ഇതിനി മാറുമോ, ഇനി എന്ത് ചെയ്യും നമ്മൾ, ഇനിയിപ്പോൾ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊരു ഓവർ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യൻ്റെ അവസ്ഥ ഒന്നുകൂടി കഷ്ടത്തിലുണ്ടാവും. കാരണം ഞാൻ എക്സാമ്പിൾ പറയാം. കാരണം എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് ആദ്യമേ ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. ബ്രെയിൻ ട്യൂമർ ആയിട്ടാണ് അവർക്ക് ആകെ പ്രൈമറി വന്നത് ലെങ്ങിലായിരുന്നു. ലെങ്ങിൽ വന്നിട്ട് മെറ്റു ബ്രെയിൻ ആയിരുന്നു. എൻ്റെ അടുത്ത് ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നത്. ഞാൻ MRI നോക്കാൻ നേരത്തപ്പോൾ 3.2 സെൻറ്റിമീറ്റർ ആണ്. 1 വർഷം മുമ്പുള്ള കേസാണ്. അത്രയും സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെഡിസിൻ കൊടുത്തു. ഒരു മാസം കഴിഞ്ഞപ്പോൾ 3.5 കുറഞ്ഞ് 2.5, 3 അതിൻ്റെ മിഡിലോട്ട് വന്നായിരുന്നു. 1 മാസം കൊണ്ട് കുറഞ്ഞു, ബ്രെയിൻ ട്യൂമർ കുറഞ്ഞു. പക്ഷേ എനിക്കൊരു സംശയം, ഈ പ്രൈമർ ലീഷൻ ലെങ്ങിൽ വന്നതുകൊണ്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം എന്ന് പറയാൻ നേരത്ത് ഞാൻ നോക്കാൻ നേരത്ത് ലെങ്ങിൽ 12 സെൻറ്റിമീറ്ററിന് മുഴ ഇരിക്കുക ലെങ്സിൻ്റെ അകത്ത്. അപ്പോൾ ഫോർത്ത് സ്റ്റേജ് ക്യാൻസറാണ്. അപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതവർ നോക്കിയിട്ടില്ലായിരുന്നു ഈ സംഭവം. അന്ന് നോക്കിയതാണ്, പണ്ട് നോക്കിയതാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, വൈഫ് വന്നില്ല, ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ ബ്രെയിനിൻ്റെ കുഴപ്പമില്ല, നമ്മുടെ മെഡിസിൻ കൊടുത്ത് കുറവുണ്ട്, ലെങ്ങിൻ്റെ 12 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. പക്ഷെ ആളൊരു വിൽപ്പർ സമ്മതിക്കണം. ആള് ഇവിടെ കിടന്ന് ബഹളവും ഇതൊക്കെ ഉണ്ടായി. ബഹളം എന്ന് വെച്ചാൽ ആള് പാനിക് ആയിപ്പോയി. ഇത് കേട്ടപ്പോൾ തന്നെ ആകെ സ്ട്രെസ്ഡ് ആയിപ്പോയി. പക്ഷെ കാര്യം നമ്മൾ പറയണമല്ലോ അവരുടെ അടുത്ത്. പക്ഷെ ആള് വൈഫിൻ്റെ മുമ്പിൽ എന്ന് പറയണല്ലോ ഭയങ്കര നോർമലായിട്ട് ഒന്നും കുഴപ്പമില്ല. അവരെ ഭയങ്കര കാമാക്കിയിട്ട് ഇപ്പോൾ 1.5 വർഷമായി. അവർ ചെക്ക് ചെയ്യുന്നുണ്ട്, അവിടെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാൻ നേരത്ത് അവിടുത്തെ ഡോക്ടർമാരും പറഞ്ഞു ഇപ്പോൾ അത് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ലെങ്ങിൻ്റെത്. അവർ സ്ഥിരം പ്ലാസ്റ്റിക് എത്തിക്കുമായിരുന്നു വീട്ടിലിട്ടിട്ട്. അങ്ങനെയാണ് ലെങ്ങിൽ ട്യൂമർ വന്നത്. പക്ഷേ ആ ഒരു ഹസ്ബൻഡ്, ആ ഒരു ഒറ്റ മനുഷ്യനാണ് ഇപ്പോഴും 1.5 വർഷമായി ആ ഭാര്യനെ പിടിച്ചിരുന്നത്. അവർക്ക് ക്യാൻസറിൻ്റെ ഒരു പ്രശ്നമില്ല. ആളെടുക്കുന്ന സാക്രിഫൈസ് ഉണ്ടല്ലോ, ഒരു ആസ് എ ബൈസ്റ്റാൻഡർ, ഹസ്ബൻഡ് ആസ് എ ബൈസ്റ്റാൻഡർ കൊടുക്കുന്ന ധൈര്യവും അത് ഭയങ്കര ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ആളെ കണ്ടപ്പോഴും പറഞ്ഞു നിങ്ങളെ സമ്മതിക്കണം കേട്ടോ എന്ന്. കാരണം ആ വൈഫിന് ക്യാൻസറാന്നുള്ള കാര്യം അത് അറിയാം, പക്ഷെ ക്യാൻസർ ഫീൽ പോലും കൊടുക്കുന്നില്ല ആളാ ധൈര്യം കൊടുത്തതായി 1.5 വർഷമായി. ഒരു കുഴപ്പമില്ല, ബ്രെയിൻ ട്യൂമറൊക്കെ ചുരുങ്ങി വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നോക്കാൻ ഒന്നും കുഴപ്പമൊന്നുമില്ല, ചുരുങ്ങി അങ്ങോട്ട് പോകുന്നുണ്ട്. അല്ല ലെങ്ങൊന്നും കുഴപ്പമൊന്നുമില്ല, സ്റ്റേബിളായിരുന്നു, അതെല്ലാം ചുരുങ്ങുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഒരു 1.5 വർഷം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ വലിയൊരു ഭാഗമാണ്. 2 പെൺപിള്ളേരും കൂടിയാണ്. അപ്പോൾ ഇവരെ നോക്കാനായിട്ട് ഈ ഒരു ലേഡിയും മാത്രമേ ഉള്ളൂ. അവർ റേസ് എടുക്കണം. അപ്പോൾ ആളുടെ സ്ട്രെസ്സും അത് തന്നെയാണ്. തീർച്ചയായിട്ടും അതൊരു പ്രത്യേകിച്ച് രോഗം വന്നു കഴിഞ്ഞാൽ, രോഗം വന്ന ആൾക്കാർക്ക് എന്താ ഫീലിംഗ്,
എന്നെ എല്ലാം കഴിഞ്ഞോ, എനിക്ക് ഒന്നിനും വയ്യ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് രോഗം വന്നാൽ എന്താവും ഫീൽ ചെയ്യാന്ന് വെച്ചാൽ, അയ്യോ ഞാൻ ബാക്കിയുള്ളവർക്ക് ഒരു ബാധ്യതയായോ, എന്നെ ടേക്ക് കെയർ ചെയ്യാൻ ഇവരെല്ലാം നിൽക്കുകയാണല്ലോ, ഇവർ ജോലിക്ക് പോവാതെ കഷ്ടപ്പെടാണല്ലോ, അല്ലെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ ഇവരും ജോലിയെല്ലാം കളഞ്ഞു നിൽക്കുകയാണല്ലോ, ആ ഒരു ഫീലിങ്ങിൽ തന്നെ അവര് ബേർഡൻഡ് ആയിരിക്കും. ആ സമയത്ത് അവരൊരു ബാധ്യതയാണെന്ന് തോന്നിക്കാതെ സ്നേഹത്തോടെ കമ്പാഷനേറ്റ്ലി ഒന്ന് ഇരുന്ന് സംസാരിക്കാൻ പറ്റുക. വയസ്സായവർക്കാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. ആ ഒരു ഹെൽപ്പ്, ഇമോഷണൽ സപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. ചില ഭാര്യമാരെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കന്ന് മരിച്ചു പോയാൽ മതി, ഇനി ഞങ്ങളാണല്ലോ ഇവിടെ ജീവിക്കേണ്ടത്, ഇനി ഞങ്ങളാണല്ലോ എല്ലാം ചെയ്യണ്ടേ. ഇങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക, അപ്പൊ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. Okay, so നമ്മൾ കുറേ ടോപ്പിക്സ് ചർച്ച ചെയ്തു, and honestly for me it's been eye opener, so thank you so much for that. Now before we wrap up, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. What does true healing mean to both of you today? Because നിങ്ങളുടെ ആ ഒരു കരിയറിൽ I'm pretty sure it's gone through a lot of changes and everything. So what does it mean today? Okay, go ahead. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഒബ്സർവ് ചെയ്തതിൽ നിന്ന് പറയുകയാണെങ്കിലും, ഹീലിംഗ് ഒരിക്കലും ഒരു ലീനിയർ ആയിട്ടുള്ള കാര്യമല്ല. ഇവിടെ നിന്ന് അവിടെ വരെ നടന്ന ഓക്കെ ഹീലിംഗ് അച്ചീവ് ചെയ്തു എന്നുള്ളതല്ല. ഒരേ പ്രശ്നത്തിൽ തന്നെ പല ലെയേഴ്സ് ഉണ്ടാവും. ഇന്ന് ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ലെയർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നമുക്കുണ്ടായ സെയിം റിയാക്ഷൻ ആവില്ല നാളെ ഒരു പോയിന്റിൽ ഇതേ സെയിം ട്രിഗർ വരുമ്പോൾ ഉണ്ടാവുന്നത്. ആ ഒരു ലെവലിൽ നമ്മൾ വളരും. പക്ഷെ മനുഷ്യൻ ചിരിക്കുന്നിടത്തോളം കാലം പലതരത്തിലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ ചാലഞ്ചസും ലൈഫിൽ വരാം. അതെങ്ങനെ നമ്മൾ നേരിടാൻ പഠിക്കുന്നു എന്നുള്ളതാണ്. തെറാപ്പി മൊഡാലിറ്റീസ് എല്ലാം കഴിഞ്ഞാലും നമ്മൾ സെൽഫായിട്ടുള്ള കമ്പാഷൻ കൊണ്ടും അവെയർനെസ് കൊണ്ടും നമ്മളിത് ഡീൽ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അവിടെയാണ് ആ കൺസിസ്റ്റൻസിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടെ കുറച്ച് ഒരു 5-6 സെഷൻ എടുത്തു അല്ലെങ്കിൽ ഒരു 3 മാസം തെറാപ്പി എടുത്തു എന്ന് വിചാരിച്ച് ഓക്കെ ഇനി ഞാൻ മറ്റേ ബുള്ളറ്റ് പ്രൂഫ് പോലെ എനിക്ക് ലൈഫിലൊന്നും വരില്ല എന്നല്ല, വരാം. വന്നാലും നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മൈൻഡിനെ വളർത്തിക്കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇന്നും ഒന്ന് ചെക്ക് ചെയ്യുക, വാട്ട് ഈസ് ഹാപ്പനിങ് ടുഡേ, അല്ലെങ്കിൽ ഒരു ട്രിഗർ ഉണ്ടാകുമ്പോൾ വാട്ട് ഈസ് ഇറ്റ് ടെല്ലിങ് അബൌട്ട് മീ, അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ ഒരു പ്രശ്നം വന്നു, പെട്ടെന്ന് എനിക്ക് IBS പോലത്തെ ഒരു കാര്യം വന്നു, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരു ലൂസ് മോഷൻ വന്നു, എന്താ അതിൻ്റെ റീസൺ എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. എന്താണ് എൻ്റെ ബോഡി എന്നോട് പറയുന്നത്, വാട്ട് ഈസ് ഇറ്റ് ട്രൈങ് ടു ടെൽ മീ എന്നുള്ളത് ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഈ തിരക്കൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഈസി ആവും. ഞാനത് എവിടെയോ വായിച്ചായിരുന്നു ഹീലിംഗിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു healing is not about trying to battle anxiety or grief or depression or all of that. Moreover, it's more about learning how to be happy, അല്ലെങ്കിൽ learning how to handle your happiness and joy. അങ്ങനെയൊക്കെ. So ഡോക്ടർ സാറിന് പറഞ്ഞപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. Everyone's focused on the negative side that we forget to live life. Yeah. So yeah, that was a beautiful thing. Coming to one another point, connecting with what you have been telling me, അതായത് ഇപ്പോൾ എല്ലാവരും പറയുന്നത് എനിക്ക് പേടിക്കണ്ട, എനിക്ക് ആൻസൈറ്റി വേണ്ട, എനിക്ക് രോഗം വേണ്ട, എനിക്ക് ക്യാൻസർ വേണ്ട, എന്ത് വേണ്ട എന്നുള്ളതിലാണ് ആളുകളുടെ ഫോക്കസ്. പക്ഷെ നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാ, നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യണേ അതാണ് നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതന്നെ ലൈഫിൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കും. എന്ത് വേണം, ആൻസൈറ്റി വേണ്ടെങ്കിൽ ഓക്കെ, വാട്ട് എൽസ് ഡു യു വോണ്ട്? ഡു യു വോണ്ട് ടു ഫീൽ ഫ്രീ ഇൻ യുവർ ബോഡി? ഡു യു വോണ്ട് ടു ഫീൽ ഹാപ്പി? ദെൻ തിങ്ക് അബൌട്ട് ദാറ്റ്. ഐ വോണ്ട് ടു ബി ഹാപ്പി, ഐ വോണ്ട് ടു ബി ഫ്രീ, ഐ വോണ്ട് ടു ബി കാം എന്നുള്ളത് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. അതിലേക്ക് ഒന്ന് മൈൻഡ് റീഫ്രെയിം ചെയ്യുന്നതും ഇറ്റ് വിൽ ഹെൽപ്പ്. Beautiful, beautiful. And Doctor, what about you? What does true healing mean to you? ട്രൂ ഹീലിംഗ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യായുസ് ഉണ്ടെങ്കിൽ ജീവിക്കുന്ന അത്രയും കാലം ഒരു കുഴപ്പവുമില്ലാതെ മുമ്പോട്ട് പോകുന്നതാണ്. കാരണം ഇപ്പോൾ ഇവിടെ വരുന്ന ഞാൻ ക്യാൻസറിനാണോ ചെയ്തത്, പല ക്യാൻസർ പേഷ്യൻസ് ആണെങ്കിൽ തന്നെ ആൾക്കാരുടെ വിചാരം ഒരു ട്യൂമർ വന്നു, ആ ട്യൂമർ മുറിച്ച് കളഞ്ഞാൽ അല്ലെങ്കിൽ ക്യാൻസർ വന്ന ഭാഗം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പൂർണ്ണമായിട്ടും ക്യാൻസർ മാറിയെന്നാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല അതിൻ്റെ ഒരു സംഭവം. പക്ഷെ ക്യാൻസർ ഉള്ള അവരുടെ ബോഡിയിൽ ക്യാൻസറിനുള്ള സാധ്യതകളുള്ള ബോഡിയാണ്. അവർക്ക് വീണ്ടും റിലാപ്സ് വരുന്നുണ്ട്. ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും വരുന്നുണ്ട് ഈ സംഭവം. കാരണം അവർക്കിപ്പോൾ ട്യൂമർ മാറ്റിയതിന് ശേഷം വീണ്ടും റിലാപ്സ് വരുന്നുണ്ട്. അപ്പോൾ അതും കീമോതെറാപ്പി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വീണ്ടും റിലാപ്സ് വരുന്നത് വേറൊരു ഡബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും വരുന്നത്. സോ അതിൻ്റെ പർപ്പസ് എന്താണ്, ഇപ്പോൾ ഒരു ജീവിതം സർജറിയും ചെയ്ത് ഇപ്പോൾ ട്യൂബ് വിട്ട് നടക്കുന്നതിൽ ഒരു ഹീലിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. എങ്ങനെയൊക്കെയോ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ അവർ ഹാപ്പി അല്ല, അവർ പോകുന്നത് ഒരു സ്ട്രെസ്ഫുൾ ലൈഫിലല്ലേ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞ ഒരു ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖം വന്നു, വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത, അതായത് വേറൊരു കോംപ്ലക്സ് ആയിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നമ്മുടെ മെഡിസിൻസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കുഴപ്പമൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് പോകുന്നത് തന്നെയാണ്.
പക്ഷേ ട്രൂ ഹീലിംഗിൻ്റെ വേറൊരു ഫേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അത് ഒരു മെൻ്റലി ഇപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ എൻ്റെ അകത്ത് സോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അത് ശരിക്കുള്ള കാര്യം. ഞാൻ നേരത്തെ ഒരു പ്രോഗ്രാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ മാറ്റിവെക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുക. ചോദിച്ചതിന് ശേഷം അതിലൊരു സൊല്യൂഷൻ കൊണ്ടുവരിക. പിന്നെ അതന്നെ ലൈഫിലൊരു അടക്കൊതുക്കും അതാദ്യം കൊണ്ടുവന്നത് തന്നെ പകുതി മുക്കാലും ഹീലിംഗ് ആയി കഴിഞ്ഞാൽ തന്നെ ലൈഫ് ഒരു സ്ട്രക്ചർ കൊണ്ടുവരിക. ഇപ്പോൾ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ജിമ്മിൽ പോലെ നടക്കാൻ പോകുക, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 1 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കേസുകളുടെ കാര്യങ്ങളെല്ലാം നോക്കും. അതായത് രാവിലെ വൈകുന്നേരം വരും ഇതായിരിക്കും. ഈവനിങ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഫാമിലി ടൈം. ഇങ്ങനെയാണ് എൻ്റെ ഒരു ലൈഫ് പോകുന്ന ആ ഒരു ടൈമിലാണ്. അപ്പോൾ എല്ലാം ബാലൻസ്ഡ് ആണ് ഇതിൻ്റെ അകത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറായിട്ട് സ്ട്രെസ്സുകൾ വരുന്നില്ല, ആവശ്യമില്ലാത്ത ഏണികൾ പിടിക്കാറില്ല, അതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡോക്ടറിനെ ഇപ്പോൾ ഒബ്വിയസ്ലി വലിയൊരു എക്സ്റ്റെൻസീവ് കരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇഫ് യു വർ ടു തിങ്ക് ബാക്ക് ആൻഡ് ഗിവ് വൺ പീസ് ഓഫ് അഡ്വൈസ് ടു യുവർ യങ്ങർ സെൽഫ് അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്, വാട്ട് വുഡ് ഇറ്റ് ബി? ഹാപ്പിനെസ് ഫോർ മീ എപ്പോഴും ഒരു ഫാമിലി, നമ്മുടെ സെയിം വേവ് ലെങ്തുള്ള ആൾക്കാരോട് ഡിസ്കഷൻ. ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് ആണത്. അതിനകത്ത് അതാണ് പറയുന്നത്. അപ്പം നമുക്ക് ഒരിക്കലും പറ്റാത്ത ആൾക്കാരുമായിട്ടുള്ള കമ്പനി വെക്കാതെ തന്നെ നമുക്ക് പറ്റുന്ന ആൾക്കാർ, സെയിം വേവ് ലെങ്തുള്ള ആൾക്കാരുമായിട്ട് വെക്കുക. അല്ലെങ്കിൽ ഓവർ സ്ട്രെയിൻ വരുത്തേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ. നമ്മൾ ഒന്നുകൂടി നമ്മൾ ആവശ്യമില്ലാത്ത റിലേഷൻസ്, ആവശ്യമില്ലാത്ത ഫ്രണ്ട്സ്, ആവശ്യമില്ലാത്ത സൗഹൃദങ്ങൾ അവരെ കണ്ട്, അതായത് നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിലോട്ട് നമ്മൾ അവരെ കണ്ടു പഠിക്കാൻ പോകുമ്പോഴാണ് കൂടുതലും നമ്മൾ ഓവർ സ്ട്രെയിൻ ചെയ്യുന്നത്. ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ്. ഞാൻ എന്നെ പോലെയാണ്, എല്ലാവരും ഓരോ ആൾക്കാർ ഓരോ ഇൻഡിവിജ്വലാണ്. അപ്പോൾ നമ്മൾ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഓവർ സ്ട്രെയിൻഡ് ആവുന്ന ആൾക്കാർ. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളെ പോലെ തന്നെ ജീവിക്കുക. നമ്മൾ എന്താണോ അതേപോലെ തന്നെ ഈ കാണിക്കുക, അത്രേ ഉള്ളൂ. വേറെ സംഭവമൊന്നുമില്ല. Maybe I would ask her to slow down and that everything is in control. Because നമ്മൾ പല സമയത്ത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ വളരെ ശരിയാണ്. നമ്മൾ ബൗണ്ടറി വെക്കില്ല. നമ്മൾ ബന്ധങ്ങൾക്ക് ഒരുപാട് വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ ഫ്രണ്ട്ഷിപ്പിലായാലും നമ്മളങ്ങ് സാക്രിഫൈസ് ചെയ്ത് പീപ്പിൾ പ്ലീസ് ചെയ്ത് നമ്മളുടെ വ്യക്തിത്വം എന്താണെന്നുള്ളത് മറന്നു പോകുന്ന രീതിയിൽ എത്തും. അതും കഴിഞ്ഞ് നമ്മളെ ഒരുപാട് ബാധിച്ച ഒരു നംനെസ്സിലെത്തി കഴിയുമ്പോഴാവുമല്ലോ നമ്മളിതെല്ലാം തിരിച്ചറിയുന്നത്. So I would ask her to set right boundaries and to just relax that she's doing great. Right. Yeah. Hustle alland just slow living. Yeah. Right. Beautiful. So finally, a few tips and takeaway from the whole conversation. Wonderful conversation that we've had. So my first question is to you, Sandra. എന്താണ് കുറച്ച് ഫിസിക്കലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് ടിപ്സ് that you would give people or you wish people would start adopting? First thing, vitamin D. വൈറ്റമിൻ ഡി ലെവൽസ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്രഷൻ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഡിപ്രഷൻ മാത്രമല്ല, ബോഡി പെയിൻ, മുടി ഒഴിയുക, നമുക്ക് മൊത്തത്തിലൊരു മെന്റൽ ഫെറ്റീക്ക് ഫീൽ ചെയ്യുക, ഇമോഷണലി നമുക്കൊരു ഒന്നിനും മൂഡില്ലാത്ത അവസ്ഥയ്ക്ക് വരാം. ഇതെല്ലാം വൈറ്റമിൻ ഡി ലോ ആയി കഴിഞ്ഞാൽ വരാവുന്ന ഒരു കാര്യമാണ്. അതേപോലെ വൈറ്റമിൻ ഡി കൂടിയാലും പ്രശ്നമാണ്, ഹാലൂസിനേഷൻ അല്ലെങ്കിൽ സൈക്കോസിസ് പോലത്തെ കാര്യങ്ങളിലേക്കും വരാം. സോ അതിൻ്റെ ഒരു റെഗുലർ ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ വൺസ് ഇൻ എൻ ഇയർ അതിൻ്റെ ഇഞ്ചെക്ഷൻ എന്താന്ന് വെച്ചാൽ അവരുടെ ഫിസിഷ്യനെ കണ്ട് ചെയ്യാന്നുള്ളതാണ് ഒരു കാര്യം. സെക്കൻഡ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് വർക്ക് ഔട്ട്. യു ഹാവ് ടു മൂവ് യുവർ ബോഡി. ഞാൻ പറയുന്ന ജിമ്മിൽ പോകണം എന്നുള്ളതല്ല, ഓടി ചാടി ഡാൻസ് കളിക്ക്, സംതിങ് ടു മൂവ് യുവർ ബോഡി. അതർവൈസ് ബോഡിയിലായിരിക്കും ഈ സ്ട്രെസ് മൊത്തം സേവ് ആവുന്നത്. അപ്പോൾ നമുക്കപ്പോ വീട്ടിൽ പോകുമ്പോൾ എന്ത് തോന്നുന്നു വെച്ചാൽ ഭർത്താവിനെ കാണുമ്പോൾ ഒന്ന് ചോറിയാൻ തോന്നും, അല്ലെങ്കിൽ ഭർത്താവിനാണെങ്കിൽ ഭാര്യനെ കാണുമ്പോൾ ഒന്ന് രണ്ടോ ഇടാൻ തോന്നും. ഇതെല്ലാം വരുന്നത് ബോഡിയിൽ ആ കോർട്ടിസോൾ ലെവലിൽ ഇരുന്നിട്ടും, അല്ലെങ്കിൽ നമ്മളത് ആ ഒരു അഡ്രിനാലിൻ അല്ലെങ്കിൽ ആ ഒരു ഇതെല്ലാം നമ്മൾ റിലീസ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ക്യാൻ പെൻറ്റപ്പ് ആൻഡ് ബിക്കം സംതിങ് എൽസ്. സോ വർക്ക് ഔട്ട്, മൂവ് യുവർ ബോഡി. ബ്യൂട്ടിഫുൾ. ഓക്കെ, ഞാനത് സീരിയസ് ആക്കി എടുത്തു. ഓക്കെ, സോ ഡോക്ടറിന്റെ കാര്യത്തിൽ വരുമ്പോൾ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്താണ് കുറച്ച് ടിപ്സ് ദാറ്റ് യു റിയലി വാണ്ട് പീപ്പിൾ ടു സ്റ്റാർട്ട് ഡൂയിങ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് മെഡിറ്റേഷൻ ആൻഡ് യോഗ. കാരണം എൻ്റെ ഗുരുസ്ഥാനത്ത് എൻ്റെ ചെറുപ്പം തൊട്ടേ എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരു എന്ന് പറയുന്നത് കോട്ടയം പാറയിലുള്ള ഫാദർ ജിയോ കപ്പരമക്കൽ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്. ആളിപ്പോൾ മരിച്ചുപോയി. ആളായിരുന്നു എൻ്റെ അച്ഛനെയും ട്രെയിൻ ചെയ്യിച്ചത് ആ ഫാദറായിരുന്നു. അപ്പോൾ ഫാദറായിരുന്നു ഇതേപോലെ മെഡിറ്റേഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്താണ് ഈ മൈൻഡ് കൊണ്ട് തന്നെ സെൽഫ് ഹീലിങ്ങും കാര്യങ്ങളും എല്ലാം ആ മെഡിറ്റേഷൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്. ആ ട്രെയിനിങ് തന്നെ അങ്ങനെയാണ്. നമ്മുടെ ബോഡീനെ തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ കുഴപ്പമില്ല എന്നുള്ളൊരു സെൽഫ് ഫീലിംഗ് പോലെയുണ്ട്. നമുക്ക് കുഴപ്പമില്ല എന്ന് വിഷ്വലൈസ് ചെയ്യുന്നത്, അതാണ് മെഡിറ്റേഷൻ്റെ ഓരോ ഗുണങ്ങളെന്ന് പറയുന്നത്. അതായത് ബ്രീത്തിങ് എക്സസൈസും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം സാധനങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് അന്ന് എൻ്റെ ഫാദർ പറഞ്ഞു തന്നൊരു ഓർമ്മയാണ്. അപ്പോൾ അത് മെഡിറ്റേഷൻ എപ്പോഴും
ഒരു വലിയൊരു കാര്യമാണ്. How long have you been practicing your meditation? എനിക്ക് തോന്നുന്നു എനിക്കൊരു 10-12 വയസ്സുള്ളപ്പോൾ തൊട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് ബ്രേക്ക് വന്നു. ഇപ്പോൾ പഠിത്തവും കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ബ്രേക്ക് വന്നായിരുന്നു. പക്ഷെ ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൈം സ്റ്റേജിൽ തന്നെയായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ട്. എങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഈ യാത്ര കാര്യങ്ങളൊക്കെ വരുമ്പോഴെങ്കിലും ഞാൻ ചെയ്യും. യാത്ര വരുന്നതും ഉണ്ടാവും. കാരണം ഈ ട്രാവലിങ്ങും കാര്യങ്ങളും രാവിലെ പോകേണ്ടി വരും. അപ്പോൾ ആ സമയത്തും ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ റെഗുലറായിട്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളിതല്ല. So meditation and the gym, right? Yeah, and it's also about the neuroplasticity of your brain. അതായത് എന്ത് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ദിവസം നമ്മൾ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ച് വരില്ല. നമ്മുടെ ബ്രെയിനിന് ഒരു റീവയറിങ് സംഭവിച്ചാലാണ് അത് നമ്മളുടെ ലൈഫിന്റെ ഭാഗമായി മാറുള്ളൂ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഡോക്ടർ പണ്ട് തൊട്ട് മെഡിറ്റേറ്റ് ചെയ്തതുകൊണ്ട് അതൊരു മെമ്മറി ആയിട്ട് മൈൻഡിൽ ഉണ്ട്. സോ ഇടയ്ക്കൊക്കെ ബ്രേക്ക് വന്നാലും ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫൈൻ. പക്ഷെ നമ്മൾ തുടക്കത്തിൽ ചെയ്യുമ്പോൾ അത് കൺസിസ്റ്റന്റ് ആയി ചെയ്തു കഴിഞ്ഞാൽ ഇനീഷ്യലി യുവർ ബ്രെയിൻ ഇറ്റ്സെൽഫ് വിൽ ട്രൈ ടു റെസിസ്റ്റ്. ആ ഒരു ഇപ്പം നമ്മൾ ഡെയിലി ഒരു ഗൈഡഡ് ഇമാജിനേഷൻ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ഹിപ്നോസിസ് ചെയ്യുകയാണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിന് ആ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇന്നും വേണ്ട, അല്ലെങ്കിൽ ഒരു മടി, ഒരു പനി, അല്ലെങ്കിൽ അന്ന് വീട്ടിൽ ഗസ്റ്റ്, ഇതെല്ലാം സംഭവിക്കാം. അതും കഴിഞ്ഞ് അവിടെ നമ്മുടെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യുമല്ലോ. അവിടെ ആവശ്യത്തിന് പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ കൺസിസ്റ്റൻസി അവിടെ കൊണ്ടുവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ചേഞ്ച് ഉണ്ടാവും. Amazing. All right. Two valuable suggestions and opinions. I'm definitely going to take this to heart. So thank you so much, Sandra. Thank you so much for your time. Thank you for having me here. Everything you. It was amazing conversation. Thank you, Doctor. Thank you so much. Thank you so much. ഞാൻ അങ്ങോട്ട് തരാം. Honestly, for me, and I'm pretty sure നമ്മുടെ കാണുന്ന വ്യൂവേഴ്സിനും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കുറേയൊക്കെ ആസ് എ നോർമൽ ഓഡിയൻസ് നമുക്കുള്ള ചോദ്യങ്ങളാണ്. ഓൾസോ ഈ മൈൻഡ് ബോഡി കണക്ഷൻ എല്ലാവർക്കും അറിയാം മൈൻഡ് ബോഡി കണക്ഷൻ. പക്ഷെ ഇത്രത്തോളം അത് ഇമ്പാക്ട് ചെയ്യും എന്നുള്ള ഒരു സീരിയസ്നെസ് എനിക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. ബിക്കോസ് വി പ്രീച്ച് അബൌട്ട് മെന്റൽ ഹെൽത്ത് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. പക്ഷെ അത് റിയാലിറ്റിയിൽ കാണുന്നത് കുറവാണ്. നോട്ട് ലൈക്ക് യു ഗൈസ് with a lot of experience. So thank you so much for such a lovely session. Thanks so much. Thank you.